അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും SFQ സ്പോർട്ടിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ താരീഖ്, അഖ്ലാഖ് എന്നീ വിഷയങ്ങളിൽ മുൻ വർഷങ്ങളിലെ പൊതുപരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം, യോജിപ്പിക്കുക. അപ്പോൾ താഴെ 6ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഓരോന്നിനോടും യോജിച്ചത് ആ ബ്രാക്കറ്റിലുണ്ടാകും, ശരിയായത് എടുത്തെഴുതുക. ഒന്നാമത്തെ ചോദ്യം, ഉഹദിൽ ശത്രു സൈന്യത്തിൽ ഉൾപ്പെട്ട സ്ത്രീകൾ എത്രയായിരുന്നു? ആ ഒരു ബ്രാക്കറ്റ് ആദ്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. അസുവത്ത്, മുനാഫിഖുകൾ 15, ഹിജർ, ഖൽബ്, മടിക്കരുത് 5. അപ്പോൾ ഒന്നാമത്തത് ഉഹദിൽ ശത്രു സൈന്യത്തിൽ ഉൾപ്പെട്ട സ്ത്രീകൾ 15 ആയിരുന്നു. അപ്പോൾ അവിടെ 15 എന്ന ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതുക. രണ്ടാമത്തത് തഖ്വ നിലകൊള്ളുന്ന സ്ഥലമാണ് ഖൽബ്. അപ്പോൾ അവിടെ ഖൽബ് എന്നെഴുതി കൊടുക്കുക. മൂന്നാമത്തത് നബി തങ്ങൾ പങ്കെടുത്ത യുദ്ധം അസുവത്ത്. അപ്പോൾ അസുവത്താണ് നബി തങ്ങൾ പങ്കെടുത്ത യുദ്ധം. അപ്പോൾ ആ ബ്രാക്കറ്റിൽ നിന്നും എഴുതി കൊടുക്കുക. നാലാമത്തത് പശ്ചാത്തപിക്കാൻ മടിക്കരുത്. അപ്പോൾ അവിടെ മടിക്കരുത് എന്നാണ് ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതാനുള്ളത്. അഞ്ചാമത്തത് ഉഹദിലേക്കുള്ള വഴിയിൽ വെച്ച് മടങ്ങിപ്പോയ 300 പേർ മുനാഫിഖുകൾ. അപ്പോൾ അവിടെ മുനാഫിഖുകൾ എന്ന് എഴുതുക. ആറാമത്തത് സമൂദുകളെ ശിക്ഷിക്കപ്പെട്ട സ്ഥലം ഹിജർ. ഇനി രണ്ടാമത്തെ പ്രവർത്തനമാണ് ഹിജറ വർഷവും മാസവും എഴുതുക. ഒന്നാമത്തത് ഖൈബർ യുദ്ധം, വർഷം ഹിജറ 7, മാസം മുഹറം. 2 ഉഹദ് യുദ്ധം, വർഷം ഹിജറ 3, മാസം ഷവ്വാൽ. മൂന്നാമത്തത് മക്ക വിജയം, ഹിജറ 8, റമദാൻ മാസം. 4 പ്രതിരോധത്തിനുള്ള അനുവാദം, ഹിജറ 2, മാസം സ്വഫർ. അഞ്ചാമത്തത് ഹജ്ജത്തുൽ വിദാഇന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുറപ്പെട്ടത്, വർഷം ഹിജറ 10, മാസം ദുൽഖഅദ. ഇനി മൂന്നാമത്തെ പ്രവർത്തനം ഉത്തരം എഴുതുക എന്നുള്ളതാണ്. അവിടെ 6ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഓരോന്നിനും ശരിയായ ഉത്തരം എഴുതുക. ഒന്നാമത്തത് ക്ഷമിക്കാനുള്ള അവസരങ്ങളായി നാം കാണണം എന്തിനെ? ഉത്തരം പരീക്ഷണങ്ങളെയും കഷ്ടപ്പാടുകളെയും. അപ്പോൾ പരീക്ഷണങ്ങളെയും കഷ്ടപ്പാടുകളെയും ക്ഷമിക്കാനുള്ള അവസരങ്ങളായി നാം കാണണം. 2 മുസ്ലിങ്ങൾ മദീനയിലേക്ക് ഹിജ്റ പോയത് എപ്പോൾ? ഉത്തരം ശത്രുക്കളുടെ ക്രൂരതകൾ സഹിക്കാതെ വന്നപ്പോൾ. അപ്പോൾ ശത്രുക്കളുടെ ക്രൂരതകൾ സഹിക്കാതെ വന്നപ്പോഴാണ് മുസ്ലിങ്ങൾ മദീനയിലേക്ക് ഹിജ്റ പോയത്. 3 ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നത് എന്ത്? ഉത്തരം എല്ലാ മതവിശ്വാസികൾക്കും തുല്യ പ്രാധാന്യവും സംരക്ഷണവും അതാണ് ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്നത്. ഒന്നുകൂടെ നോക്കാം. എല്ലാ മതവിശ്വാസികൾക്കും തുല്യ പ്രാധാന്യവും സംരക്ഷണവുമാണ് ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്നത്. 4 ജബലുർ റുമാത്ത് എന്ന പർവ്വതത്തിൽ വിന്യസിച്ചു ആരെ? ജബലുർ റുമാത്ത് എന്ന പർവ്വതത്തിൽ വിന്യസിച്ചു ആരെ? ഉത്തരം അമ്പെയ്ത്തിൽ വിദഗ്ധരായ 50 പേരെ. 5ാമത്തെ ചോദ്യം, പുരുഷന് സുന്നത്തായ വസ്ത്രങ്ങൾ ഏതെല്ലാം? ഉത്തരം വെള്ള വസ്ത്രം, തലപ്പാവ്, ഖമീസ്. അപ്പോൾ ഇതാണ് പുരുഷന് സുന്നത്തായ വസ്ത്രങ്ങൾ. ഒന്നുകൂടെ നോക്കാം. വെള്ള വസ്ത്രം, തലപ്പാവ്, ഖമീസ്. ഇനി 6ാമത്തെ ചോദ്യം, മക്കയിൽ നിന്നും ഹുദൈബിയയിലേക്കുള്ള ദൂരം എത്ര? ഉത്തരം 50 മൈൽ. അപ്പം 50 മൈലാണ് മക്കയിൽ നിന്നും ഹുദൈബിയയിലേക്കുള്ള ദൂരം. ഇനി 4ാമത്തെ പ്രവർത്തനം ശരി അടയാളപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ 6ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഓരോ ചോദ്യത്തിനും 3 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ശരിയായതിന് നേരെ മാത്രമാണ് ശരി അടയാളപ്പെടുത്തേണ്ടത്. ഒന്നാമത്തത് ഖൽബിൻ്റെ അസുഖങ്ങളിൽ പെട്ടതാണ് പരദൂഷണം, കോപം, ഏഷണി. ഏതാണ്? കോപം എന്നുള്ളതാണ് ശരി. അപ്പോൾ അതാണ് ശരി അടയാളപ്പെടുത്തേണ്ടത്. രണ്ടാമത്തത് ഖന്തഖിൽ മുസ്ലിം സൈന്യത്തിൻ്റെ എണ്ണം 1000,
2000, 3000. ഏതാണ് ശരി? 3000 എന്നുള്ളതാണ് അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. മൂന്നാമത്തത് വൻ പാപങ്ങളിൽ പെട്ടത്. ദേഷ്യപ്പെടൽ, വ്യഭിചാരം, ചീത്ത സ്വഭാവം. ഏതാണ്? വ്യഭിചാരം എന്നുള്ളതാണ് ശരി, അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. നാലാമത്തെ ചോദ്യം, മദീനയുടെയും ഷാമിൻ്റെയും ഇടയിലുള്ള സ്ഥലം. ഉഹുദ്, ഖന്തക്ക്, ഖൈബർ. അപ്പം ഖൈബർ എന്നുള്ളതാണ് ശരി, അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. അഞ്ചാമത്തത് മനുഷ്യരെ അള്ളാഹു പരീക്ഷിക്കും. ഭയം കൊണ്ട്, പരദൂഷണം കൊണ്ട്, പൊങ്ങച്ചം കൊണ്ട്. ഏതാണ് ശരി? ഭയം കൊണ്ട് എന്നുള്ളതാണ് അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ആറാമത്തത് ഉഹുദിൽ പതാക വഹിച്ചത്. ഉമർ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു. ഇനി അഞ്ചാമത്തെ പ്രവർത്തനം പൂരിപ്പിക്കുക എന്നുള്ളതാണ്. 4 ചോദ്യങ്ങളാണ് അവിടെ നൽകിയത്. ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തത് ലഅല്ലി ഡാഷ് ഹാദ. എങ്ങനെ വരും? ലഅല്ലി ല അൽഖാകും ബഅദ ആമി ഹാദ എന്ന് വരും. രണ്ടാമത്തത് വഖുൽ ജാഅ ഡാഷ് കാന സഹൂഖ. വഖുൽ ജാഅ അൽ ഹഖ് വ സഹഖൽ ബാതിലു ഇന്നൽ ബാതില കാന സഹൂഖ. മൂന്നാമത്തത് വനാഫിഖുൽ കീരി ഡാഷ് വ ഇമ്മ അൻ ഡാഷ് ഖബീഥ. അപ്പം എങ്ങനെ വരും? വനാഫിഖുൽ കീരി ഇമ്മ അൻ യുഹരിഖ സിയാബക വ ഇമ്മ അൻ നജിദ മിൻഹു റീഹൻ ഖബീഥ എന്ന് വരും. നാലാമത്തത് യാ മഅ്ശറ ഡാഷ് ഇലാ റസൂലില്ലാഹ്. അപ്പം എങ്ങനെ വരും? യാ മഅ്ശറൽ മുഹാജിരീന വൽ അൻസ്വാരി ഹലുമു ഇലാ റസൂലില്ലാഹ് എന്ന് വരും. ആറാമത്തത് വ്യക്തമാക്കുക എന്നുള്ളതാണ്. അവിടെ 4ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യം തസ്കിയത്തുൽ ഖുലൂബ്. അപ്പോൾ തസ്കിയത്തുൽ ഖുലൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദുഷിച്ച വിചാരം, വിശ്വാസം, വികാരം എന്നിവയിൽ നിന്ന് ഖൽബിനെ ശുദ്ധിയാക്കൽ. ഇതിനാണ് തസ്കിയത്തുൽ ഖുലൂബ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഇസ്ലാമിൻ്റെ ശത്രുക്കളെ സഹായിക്കുകയില്ല എന്ന കരാറിലേർപ്പെട്ട മദീനയിലെ ഗോത്രങ്ങൾ ഏതൊക്കെയായിരുന്നു? ബനു ഖൈനുഖാ, ബനു ഖുറൈള, ബനു നളീർ. മൂന്നാമത്തെ ചോദ്യം കേട്ടതെല്ലാം പറയരുത്. എന്തുകൊണ്ട്? ഉത്തരം അതിൽ കളവ് വന്നു ചേരാൻ ഇടയുള്ളത് കൊണ്ട്. അപ്പം അതിൽ കളവ് വന്നു ചേരാൻ ഇടയുള്ളത് കൊണ്ടാണ് കേട്ടതെല്ലാം പറയരുത് എന്ന് പറയുന്നത്. നാലാമത്തെ ചോദ്യം ആരുടെ നിലപാടാണ് ബദർ യുദ്ധം അനിവാര്യമാക്കിയത്? അബൂ ജഹൽ പോലെയുള്ള ശത്രുക്കളുടെ. അപ്പോൾ അബൂ ജഹൽ പോലെയുള്ള ശത്രുക്കളുടെ നിലപാടാണ് ബദർ യുദ്ധം അനിവാര്യമാക്കിയത്. ഇനി 7ാമത്തെ ചോദ്യമാണ്, 7ാമത്തെ പ്രവർത്തനമാണ് സാരം എഴുതുക. അതാണ് അവസാനത്തെ പ്രവർത്തനം. അതിൽ 4 ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. അപ്പം അതിൻ്റെ അർത്ഥം എങ്ങനെ വരും? നിശ്ചയം കൽബിനെ ശുദ്ധിയാക്കിയവൻ വിജയിച്ചു, അതിനെ ദോഷങ്ങൾ കൊണ്ട് മൂടിയവൻ പരാജയപ്പെട്ടു. ഇനി 2ാമത്തത് ഖാലിഖിൻ നാസ ബി ഖുലുഖിൻ ഹസനിൻ. അതിൻ്റെ അർത്ഥം എങ്ങനെ വരും? മനുഷ്യരോട് നീ സൽസ്വഭാവത്തിൽ പെരുമാറുക. 3ാമത്തത് അത്തഖ്വ ഹുന. ഇവിടെയാണ് തഖ്വ. 4ാമത്തത് ഇന്നല്ലാഹ അസ്സ വജൽ യഖ്ബലു തൗബത്തൽ അബ്ദി മാലം യുഗർഗിർ. റൂഹ് തൊണ്ടക്കുഴിയിൽ എത്താത്ത കാലത്തോളം അടിമയുടെ തൗബ അള്ളാഹു സ്വീകരിക്കും. അപ്പോൾ ദുആ വസിയത്തോടെ നിർത്തുന്നു. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.